സ്വകാര്യ സർവകലാശാല ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. സ്വകാര്യ സർവകലാശാലകളെ എതിർക്കുന്ന CPIM-ന്റെ വലിയ നയമാറ്റമാണ് ബില്ലിൽ പ്രതിഫലിക്കുന്നത്. അതേസമയം ബില്ല് സബ് കമ്മിറ്റിക്ക് വിടാതെ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ഇന്ന് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നത്. ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ് എന്തായാലും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വകാര്യ സർവകലാശാല ബില്ല് തന്നെയായിരിക്കും. കൂടാതെ തന്നെ ആശാ വർക്കർമാരുടെ സമരം 22ാം ദിവസം പിന്നിടുക 22ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടാതെ തന്നെ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അതിൽ പ്രധാനമായും ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്നാണ്. ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്ന് പിൻവലിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും സഭയിൽ ഉന്നയിക്കുന്നത്. ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുകയാണെങ്കിൽ തന്നെ കാലതാമസമില്ലാതെ ഈ ബില്ല് പാസ്സാക്കും. കൂടാതെ നിയമസഭയിൽ അവതരിപ്പിച്ച് ബില്ല് പാസ്സാക്കും. എന്നിരുന്നാൽ പക്ഷേ സെലക്ട് കമ്മിറ്റിക്ക് വിടുകയാണെങ്കിൽ അത് ജനാഭിപ്രായം തേടുന്നതിനുള്ള അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം തേടാനാകുമെന്നാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും സഭയിൽ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുകയാണെങ്കിൽ അത് പൊതുജനാഭിപ്രായം തേടിയും കൂടാതെ തന്നെ ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ തേടി മറ്റും 3 മാസത്തോളം കാലതാമസമെടുത്ത് ഈ ബില്ല് പാസ്സാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും സഭയിൽ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷം ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഭയിൽ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ സമരം തന്നെയാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികളടക്കം ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആശാ വർക്കർമാരുടെ സമരം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ തന്നെ കേന്ദ്രത്തിന്റെ കടൽ ഖനനവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ നയമടക്കം ഇന്ന് സഭയിൽ ഉന്നയിക്കുമെന്ന് വേണം മനസ്സിലാക്കാനും. ഇത്തരത്തിൽ വിവാദങ്ങൾക്കൊടുവിലാണ് നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള വിവാദങ്ങളായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലിനോടാണെങ്കിലും ആശാ വർക്കർമാരുടെ സമരമാണെങ്കിലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉടലെടുത്ത വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും ഇന്ന് സഭ സമ്മേളിക്കുമ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം ഇന്ന് സഭയിൽ ഉന്നയിക്കും. ഹരിത.